സ്വാഗതം ടോപ് 10ലേക്ക്. ഇന്ത്യയിലെ പുരുഷ കേന്ദ്രീകൃത തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവിധാനത്തിൽ ചരിത്രമായി മാറാനൊരുങ്ങുന്ന വനിതാ സംവരണ ഭേദഗതി ബിൽ ശാപമോക്ഷത്തിന് കാക്കുമ്പോൾ കടമ്പകളേറെയാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു സംശയവും തർക്കവുമൊന്നുമില്ല. പക്ഷേ 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നത് ഭരണകക്ഷിയായ ഇന്ത്യക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ എന്ന ആശങ്ക, അതാണ് പ്രതിപക്ഷത്തെ ഇത്രയും അലോസരപ്പെടുത്തുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് വരാനിരിക്കുന്ന തലമുറയ്ക്കായി ഈ ബില്ല് പാസ്സാക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി നൽകുകയാണ്. ഒപ്പം ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സമാധാന ചർച്ചകൾക്ക് സാഹചര്യമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അത് ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വിശദമായി തന്നെ എല്ലാം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വനിതാ സംവരണ ബിൽ നാളെ പാർലമെന്റിൽ. ബില്ലിനെ അനുകൂലിച്ചും മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്യാൻ പ്രതിപക്ഷ തീരുമാനം. വനിതാ സംവരണത്തിന്റെ മറവിൽ BJP ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്ന ഇന്ത്യ സഖ്യം. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ നാളെ വീടുകളിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആഹ്വാനം. സമവായ നീക്കവുമായി കേന്ദ്ര സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണറുടെ നിർദ്ദേശം. ആരോഗ്യ സർവകലാശാല VC പ്രാഥമിക റിപ്പോർട്ട് നൽകി. നിതിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്ത്. ആരോഗ്യ സർവകലാശാലയുടെ തെളിവെടുപ്പ് നാളെ. കോളേജിന്റെ മിച്ചഭൂമി ഇടപാടുകൾ റദ്ദാക്കി കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവ്. കോളേജ് നിലനിൽക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ച ഭൂമിയിലെന്ന് കണ്ടെത്തൽ. ശബരിമല യുവതീ പ്രവേശന കേസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ലക്ഷങ്ങൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയുക കോടതിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് ഭരണഘടനാ ബെഞ്ച്. യുവതീ പ്രവേശന വിലക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കേൾക്കാതെ വിലക്ക് റദ്ദാക്കുന്നതെങ്ങനെയെന്നും കോടതി. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നവരെ തീരുമാനിക്കേണ്ടത് അതാത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന NSS വാദത്തെ എതിർത്ത് ദേവസ്വം ബോർഡ്. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സഖ്യത്തിന് തമിഴ്നാട്ടിൽ നോ എൻട്രി എന്ന MK സ്റ്റാലിൻ. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാളെ പുറത്തിറക്കുമെന്ന് തമിഴക വെട്രി കഴകം. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച് K സുധാകരൻ. KC കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങി വരണമെന്നും സംസ്ഥാനത്തെ നയിക്കണമെന്നുമുള്ള ആഗ്രഹം പ്രകടമാക്കി K സുധാകരന്റെ FB പോസ്റ്റ്. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുമെങ്കിലും വൈദ്യുതി ബില്ല് കൂടില്ലെന്ന് മന്ത്രി. അടിയന്തര അവലോകന യോഗം നാളെ. സമൃദ്ധി കണികണ്ടുണർന്ന് മലയാളികൾ. സദ്യ ഒരുക്കിയും കോടിയുടുത്തും കൈനീട്ടം നൽകിയും വിഷു ആഘോഷം. ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കണമെന്ന വിഷുദിന സന്ദേശത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സ്നേഹവും ഒരുമയുമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നും അമ്മ. അടിമുടി പൂത്തുള്ളി നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ള ഒരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതചര്യ, ഐക്യവും സ്നേഹവും തുടിക്കുന്ന കുടുംബജീവിതം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം എന്നുള്ള കുടുംബ പാഠം, ഇവിടെയെല്ലാം സന്ദേശം വിഷുക്കണി ഉൾക്കൊള്ളുന്നു.
പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വീണ്ടും ആശ്വാസ വഴിയൊരുങ്ങുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാം ഘട്ട ചർച്ച 2 ദിവസത്തിനുള്ളിലെന്ന് ട്രംപ്. ഗൾഫ് രാഷ്ട്ര നേതാക്കളെ കണ്ട് സാധ്യതകൾ വിലയിരുത്തി പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം തുടർന്നാൽ ഗൾഫ്, ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ. സമാധാന ശ്രമത്തിനിടെ ഓഹരി വിപണിയിൽ ഉണർവ്. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 147 റൺസ് വിജയലക്ഷ്യം. റസിക് സലാമിന് 4 വിക്കറ്റ്. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരുവിന് മികച്ച തുടക്കം. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 93.7% വിജയം. 99.79% വിജയം നേടി. തിരുവനന്തപുരം മേഖല രാജ്യത്ത് ഒന്നാമത്. വേനലവധിക്കാലത്തെ സ്പെഷ്യൽ ക്ലാസുകൾ വിദ്യാലയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിയമലംഘനം നടത്തിയാൽ വിദ്യാലയങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്. സ്റ്റോറി ഓഫ് ദി ഡേ. സൂര്യകാന്തിയിൽ ശ്രീവിദ്യ. രാജ്യത്തെ സ്ത്രീകളോടുള്ള പ്രധാന ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള സമയം. അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയോട് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത്. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച് പാസാക്കാൻ പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്നുണ്ട്, പക്ഷേ ബില്ല് കൊണ്ടുവന്ന രീതിയിൽ സംശയമുണ്ട് എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബില്ലിനെ എതിർക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക വേണ്ടെന്നും ഒരുമിച്ച് നിന്ന് ബില്ല് പാസാക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. 2029 തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ സംവരണ ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും ഏർപ്പെടുത്തുന്നതിനാണ് 131ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ. ലോക്സഭയിലും നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. മണ്ഡല പുനർനിർണയ ബിൽ പ്രകാരം ലോക്സഭയിലെ സീറ്റ് 543 നിന്ന് 850 ഉയരും. മണ്ഡല പുനർനിർണയത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിന്ന് ബില്ല് പാസാക്കണമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്നു, പക്ഷേ ഈ ബില്ല് കൊണ്ടുവന്ന രീതിയിൽ സംശയങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ ബില്ലിനെ എതിർക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. It is politically motivated just to trap and suppress the opposition parties. The government is doing like this. പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. മണ്ഡല പുനർനിർണയ പ്രക്രിയയിൽ ആശങ്കയുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ചില തന്ത്രങ്ങൾ പുറത്തെടുക്കുകയാണെന്നും ഖാർഗെ വ്യക്തമാക്കി. ഇതിനെതിരെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പാർലമെന്റിൽ ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഖാർഗെ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിക്കെതിരെ നാളെ തമിഴ്നാട്ടിലുടനീളം കരിങ്കൊടി പ്രതിഷേധം നടത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹം ശരിക്കും ഈ ഒരു വിഷയത്തെ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ തന്നെയാണ് സ്റ്റാലിൻ്റെ നീക്കം. മണ്ഡല പുനർനിർണയം ജനസംഖ്യയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള അനീതിയാണെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. தமிழ்நாட்டின் குரல் வழியை நெருக்க நினைக்கும் ஒன்றிய பாஜக அரசுக்கு எதிராக தமிழ்நாட்டில் இருக்க ஒவ்வொரு குடும்பமும் தங்கள் எதிர்ப்பை தெரிவிக்க வேண்டிய நேரம் வந்தாச்சு. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போகிற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். கருப்பு சட்டத்தை எதிர்த்து நம்ம எதிர்ப்பின் அடையாளமாக கருப்பு கொடியை സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നിപ്പോൾ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടത്താൻ ശ്രമിക്കുന്ന ബിൽ സാധാരണ ഭരണപരിഷ്കാരം എന്ന നിലയിൽ കാണാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന സംശയം അദ്ദേഹം ഉന്നയിക്കുകയാണ്. സംസ്ഥാനങ്ങളുമായി സമവായത്തിൽ എത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. അതുതന്നെ ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും സ്ത്രീ സംവരണം പൂർണ്ണ വിഷയങ്ങളെ ഇതിന് മറയായി ഉപയോഗിക്കുന്നത് സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനാണ്. മണ്ഡല പുനർനിർണയ ബിൽ രാഷ്ട്രീയ ആധിപത്യം നിയമവിധേയമാക്കാനുള്ള
കുറുക്കുവഴിയായിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ഇന്ന് പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണം നീളുകയാണ്. കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചട്ടങ്ങൾ ലംഘിച്ച ഭൂമിയിലെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധമായി കയ്യേറിയ ഭൂമി തിരിച്ചെടുക്കാൻ കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിട്ടുണ്ട്. കോളേജ് ട്രസ്റ്റ് ചെയർമാനും സ്ഥാപനങ്ങൾക്കുമെതിരെ നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. നിലവിൽ ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് നിയമ പോരാട്ടം നടക്കുന്ന ഇടത്താണ് കോളേജ് പ്രവർത്തിക്കുന്നത്. പ്രസ്റ്റീജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന പേരിലാണ് കണ്ണൂർ ഡെന്റൽ കോളേജിന്റെ പ്രവർത്തനം. AK അബ്ദുൾ ജബ്ബാർ എന്ന ജബ്ബാർ ഹാജി ചെയർമാനും അദ്ദേഹത്തിന്റെ മകൻ ജാബിർ ജബ്ബാർ, ബന്ധുക്കളായ AK മഹബൂബ്, SB നസീറ എന്നിവരാണ് ട്രസ്റ്റികൾ. എന്നാൽ ഇതിലെ ഒരാളെ പോലും വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ കണ്ടിട്ടില്ല. വിദേശത്താണെന്നാണ് ഔദ്യോഗിക വിവരം. ഡെന്റൽ കോളേജിലെ HOD ഡോക്ടർ MK റാമിന് ഒരു കേസാണ് പ്രത്യക്ഷത്തിലുള്ളതെങ്കിൽ കനേഡിയൻ പൗരത്വമുണ്ടായിരുന്ന ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ഹാജിക്കെതിരെ ഭൂമി കയ്യേറ്റം, തരംമാറ്റൽ, വ്യാജരേഖ ചമയ്ക്കൽ, ഭൂമി മുറിച്ചുവിക്കൽ, വഞ്ചന, അനധികൃത പണമിടപാടുകൾ, കോഴ വാങ്ങൽ തുടങ്ങി സിവിലായും ക്രിമിനലായും നിരവധി കേസുകൾ നിലവിലുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇയാൾ നാട്ടിലെത്തിയതായും വിവരമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഭൂമി സർക്കാരിൻ്റെതാണെന്നാണ് കണ്ടെത്തൽ. 300 ഏക്കറോളം കറുവത്തോട്ടം കൈവശപ്പെടുത്തിയത് അനധികൃതമായാണെന്നും സ്ഥലം മിച്ചഭൂമിയാണെന്നും കണ്ണൂർ ലാൻഡ് ബോർഡിന്റെ പരിശോധനയിൽ തെളിഞ്ഞു. സ്ഥലം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 6-നാണ് താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിറക്കിയത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കറുവത്തോട്ടമാണ് അഞ്ചരക്കണ്ടി കോളേജ് ക്യാമ്പസിലേത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ കാലത്ത് തന്നെ ഇവിടെ കറുവ കൃഷി ആരംഭിച്ചിരുന്നു. ഡെന്റൽ കോളേജ് മാത്രമല്ല പ്രസ്റ്റീജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിനുള്ളത്. മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, BBA ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റാർ ഹോട്ടൽ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയാണ് അനേകം കേസുകളിൽ പ്രതിയായ ജബ്ബാർ ഹാജി. എന്നാൽ ഇപ്പോൾ ഡെന്റൽ കോളേജ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അയോഗ്യതയെ തുടർന്ന് ഘട്ടം ഘട്ടമായി മറ്റ് സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരികയായിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നിതിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി ഇന്നിപ്പോൾ പുറത്തു വന്നു. വിവേചനങ്ങൾക്കിടയിലും ഒരധ്യാപകൻ പിന്തുണ നൽകിയതിനെക്കുറിച്ചാണ് ആ കുട്ടിയുടെ സന്ദേശം. ആരൊക്കെ തളർത്തിയാലും താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന നിശ്ചയദാർഢ്യമാണ് സുഹൃത്തിനയച്ച ആ സന്ദേശത്തിലുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു അധ്യാപകൻ തനിക്ക് നല്ല പിന്തുണ നൽകിയെന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞതായും നിതിൻ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. നിതിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരെ അധ്യാപകൻ വെല്ലുവിളിച്ചതായാണ് മൊഴി. താൻ ഡോക്ടറായിട്ട് പുറത്തിറങ്ങൂ എന്നും ആരൊക്കെ തളർത്തിയാലും അത് നേടിയെടുത്തിരിക്കുമെന്നും നിതിൻ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് കയറി വന്നില്ലേ, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എന്നടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പഠിക്കണമെങ്കിൽ ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നേരത്തെ പുറത്തുവന്ന സന്ദേശങ്ങളിൽ ചില അധ്യാപകരിൽ നിന്ന് താൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും നിതിൻ വെളിപ്പെടുത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓറൽ പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെ കോളേജ് അധികൃതർ പുറത്താക്കിയിട്ടുണ്ട്. ഡോക്ടർ സംഗീത അന്വേഷണ വിധേയമായി സസ്പെൻഷനിലുമാണ്. അധിക്ഷേപ പരാമർശങ്ങളിൽ മറ്റ് അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോളേജ് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനോടാണ് ഗവർണർ നിർദ്ദേശിച്ചത്. അതേസമയം പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് നിതിന്റെ കുടുംബം ആവർത്തിച്ച് ആരോപിക്കുകയാണ്. മരിച്ച നിതിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടതിനു ശേഷമാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ചാൻസലർ കൂടിയായ ഗവർണറെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. തുടർന്നാണ് കർശന നടപടിക്ക് ഗവർണർ നിർദ്ദേശം നൽകിയത്. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി നാളെ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. അതേസമയം പ്രിൻസിപ്പൽ പറയുന്നത് കള്ളത്തരമാണെന്നാണ് നിതിന്റെ സഹോദരി രാഖി പറയുന്നത്. നിതിൻ വീണ സ്ഥലത്ത് രക്തം ഉണ്ടായിരുന്നില്ല, കാലിന് പരിക്കു മാത്രമാണ് ഉണ്ടായിരുന്നത്.
പ്രിൻസിപ്പൽ റൂമിൽ നടന്നത് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. നിതിൻ്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവെച്ചു. നിതിൻ്റെ കുടുംബവുമായി മാനേജ്മെന്റ് ഇനിയും ബന്ധപ്പെട്ടിട്ടില്ല. പ്രതികളെ പിടിക്കാത്തതിൽ ദുരൂഹത തുടരുകയാണെന്നും ശരീരത്തിലെ പാടുകളിലും സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നാണ് നിതിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതി പ്രവേശന കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു നിരീക്ഷണം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന കോടതികൾക്ക് എങ്ങനെ പറയാനാകുമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് ഇന്ന് ആരാഞ്ഞത്. സാമൂഹിക പരിഷ്കരണം എന്ന പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാകില്ല എന്നും വാദത്തിന്റെ കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ നിർണായക നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് കോടതികൾക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. 9-അംഗ ഭരണഘടനാ ബെഞ്ചിനു മുൻപിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ വാദത്തിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം. ശബരിമല കേസിൽ പൊതു താൽപര്യ ഹർജി നൽകിയത് ക്ഷേത്രവുമായി ബന്ധമുള്ളവരല്ലെന്നും ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. ഇതിനോട് യോജിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് കോടതികൾക്ക് എങ്ങനെ വിധിക്കാനാകുമെന്ന ചോദ്യമുയരുമെന്ന് നിരീക്ഷിച്ചത്. അവിശ്വാസികളുടെ ഹർജിയിലാണ് ശബരിമല യുവതീ പ്രവേശന വിധിയെന്ന് ജസ്റ്റിസ് നാഗരത്ന വീണ്ടും വിമർശിച്ചു. സാമൂഹിക പരിഷ്കരണം എന്ന പേരിൽ മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാനാകില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. കേസിൽ NSS ഉന്നയിച്ച വാദത്തിനെതിരെ ദേവസ്വം ബോർഡ് കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കണമെന്ന് ആ മതവിഭാഗമാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു NSS വാദം. ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അംഗീകരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ശബരിമലയിൽ യുവതീ പ്രവേശന വിലക്കുൾപ്പെടെ ആചാരങ്ങൾ പാലിക്കണമെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. NDA സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇന്നിപ്പോൾ നാഗർകോവിലിൽ നടന്നു. തമിഴ്നാട്ടിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. NDA സഖ്യത്തിന് തമിഴ്നാട്ടിൽ നോ എൻട്രി എന്നാണ് അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാളെ ഇപ്പോൾ തമിഴക വെട്രി കഴകം പുറത്തിറക്കുകയാണ്. കാത്തിരിക്കാം പത്രികയിൽ എന്തൊക്കെയുണ്ടെന്ന്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ വെപ്പുമൂട് ജംഗ്ഷൻ മുതൽ വടശ്ശേരി വരെ നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി, BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, K അണ്ണാമലൈ തുടങ്ങിയവർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. DMK സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും തമിഴ്നാട്ടിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം BJP AIADMK സഖ്യത്തിന് വലിയ ആവേശമാണ് പകരുന്നത്. അതേസമയം രണ്ട് ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള പതിവ് മത്സരമല്ല, മറിച്ച് തമിഴ്നാടും ഡൽഹിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ റിമോട്ട് കൺട്രോൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കില്ലെന്നും BJP AIADMK സഖ്യത്തിന് തമിഴ്നാട്ടിൽ നോ എൻട്രി എന്നും സ്റ്റാലിൻ പറഞ്ഞു. അതിനിടെ ചെന്നൈ നഗരത്തിൽ വില്ലിവാക്കം, ടി നഗർ, അണ്ണാനഗർ എന്നീ മണ്ഡലങ്ങളിൽ നടക്കേണ്ടിയിരുന്ന TVKയുടെ പരിപാടികൾക്ക് തടസ്സം നേരിട്ടു. വില്ലിവാക്കത്തെ പ്രചാരണ സമയം 4 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറാക്കി പോലീസ് വെട്ടിച്ചുരുക്കി. കുറഞ്ഞ സമയം കൊണ്ട് ജനങ്ങളെ കാണാൻ സാധിക്കില്ല എന്നതിനാൽ TVK നേതൃത്വം പരിപാടി വേണ്ടെന്ന് വെച്ചു. DMK സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് പ്രചാരണങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെന്ന് TVK ആരോപിച്ചു. പ്രചാരണ പരിപാടികൾക്ക് തടസ്സമുണ്ടെങ്കിലും നാളെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് TVK അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് സമ്രാട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സമ്രാട് ചൗധരി. JDUവിന് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതോടെയാണ് സമ്രാട് ചൗധരി സ്ഥാനമേൽക്കുന്നത്. ईश्वर की शपथ लेता हूँ. പട്നയിൽ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി BJP നേതാവ് സമ്രാട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ സയ്യിദ് അദ് ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബീഹാറിന്റെ
രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു BJP നേതാവ് മുഖ്യമന്ത്രിയാവുന്നത്. താരാപൂരിൽ നിന്നുള്ള നിയമസഭാംഗമായ സാമ്രാട്ട് ചൗധരി RJD-യിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2017 BJP-യിൽ ചേർന്നു. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന സാമ്രാട്ട് ചൗധരി നിലവിൽ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. രാജ്യസഭാംഗമായി ചുമതലയേറ്റ നിതീഷ് കുമാർ രാജിവെച്ചതോടെയാണ് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം പട്നയിൽ നടന്ന BJP നിയമസഭാ കക്ഷിയോഗം ഐക്യകണ്ഠേനയാണ് സാമ്രാട്ട് ചൗധരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം വിജേന്ദ്ര പ്രസാദ് യാദവ്, വിജയ് കുമാർ ചൗധരി എന്നീ JDU നേതാക്കൾ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ ഇന്നിപ്പോൾ കെ സുധാകരന്റെ ചില മൊഴിമുത്തുകൾ ശ്രദ്ധേയമാവുകയാണ്. KC വേണുഗോപാലിനെ പുകഴ്ത്തിയാണ് ഇന്നിപ്പോൾ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഭരണത്തിന് ദിശാബോധം നൽകുന്ന നേതാവായി KC ഉയരട്ടെ എന്നാണ് സുധാകരൻ ആശംസിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിക്കാൻ KCക്ക് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുകയാണ്. നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്ന കെ സുധാകരൻ പെട്ടെന്നാണ് KC വേണുഗോപാലിനായി ശബ്ദമുയർത്തുന്നത്. കെ സുധാകരന്റെ ചുവടുമാറ്റം കോൺഗ്രസിൽ വലിയ ചർച്ചയായി മാറുന്നു. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വരുന്ന നേതാക്കൾക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സ് അറിയാൻ കഴിയുമെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് VD സതീശനെതിരെയുള്ള പരോക്ഷ വിമർശനമായി കൂടി വിലയിരുത്തപ്പെടുകയാണ്. കടുത്ത വേനൽ ചൂടിൽ വലയുകയാണ് സംസ്ഥാനം ഒട്ടാകെ. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും നിലവിലിപ്പോൾ യെല്ലോ അലർട്ടാണ്. വേനൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് യാതൊരു കുറവുമില്ല. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസായി ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണ്. വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായി ഉയർന്നു. ഈ മാസം 13-ന് രേഖപ്പെടുത്തിയത് 5933 മെഗാവാട്ട്. ആ കണക്കാണ്, ആ റെക്കോർഡാണ് ഇന്നിപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നത്. കടുത്ത വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെയാണ് ഈ കുതിച്ചുചാട്ടം. ഇന്നലത്തെ ആകെ വൈദ്യുതി ഉപയോഗം 112.52 ദശലക്ഷം യൂണിറ്റാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി 6000 മെഗാവാട്ട് പിന്നിട്ടു. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടാണ്. ഈ മാസം 13-ന് രേഖപ്പെടുത്തിയ 5933 എന്ന മുൻകാല റെക്കോർഡ് ഇതോടെ തിരുത്തപ്പെട്ടു. വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിച്ചത് KSEBയെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പ്രതിദിനം 8 ദശലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് KSEBയുടെ നീക്കം. വൈദ്യുതി വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB ആവശ്യപ്പെട്ടു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ലൈറ്റുകൾ അണയ്ക്കാനും മോട്ടോർ, വാഷിംഗ് മെഷീൻ എന്നിവ പോലുള്ള വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറയുന്നത്. പവർ കട്ട് ഉണ്ടാകില്ല, പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുമെങ്കിലും കറണ്ട് ബില്ല് കൂടില്ല എന്നും അടിയന്തര അവലോകന യോഗം നാളെ ചേരുമെന്നും മന്ത്രി അറിയിച്ചു.
ഇല്ല, ഇപ്പോൾ തൽക്കാലം നമ്മളതിനെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ അതിൻ്റെ അവലോകനമുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനില്ല. എന്നാലും വളരെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അതായത് ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചക്ഷൻ കുക്കറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, AC-യേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഞ്ചക്ഷൻ കുക്കറാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറിയത്. സ്വയം നിയന്ത്രണം ജനങ്ങൾ കൊണ്ടുവരുന്നതാണ്. അത് ജനങ്ങളെ തീരുമാനിക്കട്ടെ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭക്തിയുടെയും പ്രതീകമായ വിഷുക്കണി ദർശിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മധ്യകേരളത്തിലെ ഗുരുവായൂർ മുതൽ മലബാറിലെ തിരുവച്ചിറ ക്ഷേത്രം വരെയുള്ള പ്രധാന ആരാധനാലയങ്ങളിൽ പതിനായിരങ്ങളാണ് ഇന്ന് ദർശനം നടത്തിയത്. മേടപ്പുലരിയിൽ കണ്ണനെ കാണാൻ ഗുരുവായൂർ അമ്പലനടയിലേക്ക് ഭക്തരുടെ ഒഴുക്കായിരുന്നു. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാൻ ഭക്തർക്ക് അവസരം ലഭിച്ചത്. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 2:30 വിഷു ദർശനം ആരംഭിച്ചു. മേടമാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രമുത്സവത്തിൽ ഏറ്റവും പ്രധാനം വിഷുദിനമാണ്. ആയിരങ്ങളാണ് പുലർച്ചെ മുതൽ ഭഗവാന്റെ അനുഗ്രഹം തേടി വിഷു ദർശനത്തിനായി എത്തിയത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഭക്തർക്ക് കണി ദർശനത്തിനുള്ള അവസരമായിരുന്നു. 6 മണിവരെ കണി കാണുവാനുള്ള അവസരമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാവർക്കും വിഷു കൈനീട്ടവും ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശിക്കാനും ഭഗവാനെ തൊഴാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കായിരുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ ഭഗവാനെ കാണാനായി കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മണിക്കൂറുകൾ കാത്തുനിന്നു. ഗുരുവായൂർ ക്ഷേത്രവുമായി നേരിട്ട് ബന്ധമുള്ളതാണ് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ചടങ്ങുകളാണ് ഉള്ളത്. പണ്ടുകാലത്ത് കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ ഭരണത്തിലായിരുന്നു ഈ ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. കോഴിക്കോട് മീഞ്ചന്ത തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിഷുവിനോടനുബന്ധിച്ച ദർശനത്തിന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. ഭക്തർക്കായി അമ്പലത്തിൽ കണിയും ഒരുക്കിയിരുന്നു. ക്ഷേത്രക്കുളത്തിലെ മീനൂട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഭക്തർ മടങ്ങിയത്. അമൃത ന്യൂസ്, തൃശൂർ. സമാനമായി തെക്കൻ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശനത്തിനും ക്ഷേത്ര ദർശനത്തിനും വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യന്റെ അയനം ആരംഭിക്കുന്നതിനെ വിഷു സംക്രമമെന്നും അന്നേ ദിവസമാണ് വിഷു എന്നും അറിയപ്പെടുന്നത്. കാർഷിക മേഖലയിൽ കൃഷിക്ക് വിത്തിറക്കുന്നതും വിഷു നാളുകളിലാണ്. വിഷുക്കണി ദർശനത്തിന് ആറന്മുള ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയിലും വിഷുക്കണി ദർശനത്തിന് വൻ തിരക്കായിരുന്നു. ശ്രീലകത്ത് ദീപം തെളിയിച്ച് ആദ്യം അയ്യപ്പസ്വാമിയെ കണി കാണിച്ചു. തുടർന്ന് പുലർച്ചെ 4:05 മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കി. വിഷുക്കണിക്ക് ശേഷം തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭക്തർക്ക് വിഷുക്കൈനീട്ടവും നൽകി. മാളികപ്പുറത്തും പമ്പ ഗണപതി കോവിലിലും വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പ്രശസ്തമായ മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു. കൊല്ലം ജില്ലയിലെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി ആയിരങ്ങളാണ് എത്തിയത്. ഏതാനും ക്ഷേത്രങ്ങളിൽ കണി കാണലിനൊപ്പം വിഷുക്കൈനീട്ടവും നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിച്ച ഡൽഹി മലയാളികളും മയൂർ വിഹാർ, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, RK പുരം അയ്യപ്പക്ഷേത്രം, ദിൽഷാദ് ഗാർഡൻ തുടങ്ങി ഡൽഹിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 മുതൽ വിഷുക്കണി ദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നു. വിഷുക്കണിയും കൈനീട്ടവും പ്രസാദ വിതരണവുമായി സാംസ്കാരിക തനിമയോടെ വിഷു ആഘോഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നു.
പൂത്തുലഞ്ഞ കണിക്കുന്ന പോലെ എല്ലാവരിലും സന്തോഷം എത്തിക്കുന്ന ആഹ്ലാദത്തിന്റെ ഉത്സവമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. സമൃദ്ധിയുടെ ദിനങ്ങൾ നേരുന്ന വിഷു പ്രകൃതി സൗഹൃദമായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും അമ്മ പറഞ്ഞു. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കണം. സ്നേഹവും ഒരുമയുമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെന്ന സന്ദേശമാണ് വിഷുക്കണി നൽകുന്നത്. പ്രപഞ്ചശക്തിയെ ഓർമ്മിച്ചാകണം ഓരോ ദിവസത്തിൻ്റെയും തുടക്കം. ഇരുട്ടിലും പ്രകാശം കാണാനുള്ള മനസ്സിൻ്റെ ശക്തിയുടെയും വിശാലതയുടെയും സന്ദേശം കൂടിയാണ് വിഷു. മനസ്സിൽ പ്രതീക്ഷകൾ നിറയ്ക്കാനും നല്ലൊരു തുടക്കത്തിനും ഈ വിഷുവിൽ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് അമ്മ ആശംസിച്ചു. അടിമുടി പൂത്തുലി നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ളൊരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതചര്യ, ഐക്യവും സ്നേഹവും തുടിക്കുന്ന കുടുംബജീവിതം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം എന്നുള്ള കുടുംബ പാഠം, ഇവിടെയെല്ലാം സന്ദേശം വിഷുക്കണി ഉൾക്കൊള്ളുന്നു. വിഷു നൽകുന്ന മറ്റൊരു പ്രധാനമായ സന്ദേശം പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷികൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവങ്ങളുമായി നമ്മൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം അവരുടെ ജീവിതമായി താളലയത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. മാത്രമല്ല, പ്രകൃതി സകല ചരാചരങ്ങളും പരസ്പര ആശ്രയത്തിലാണ് നിലകൊള്ളുന്നത്. പ്രകൃതി സസ്യങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യ ജീവിതം സാധ്യമാകുന്നത്. അവയില്ലെങ്കിൽ മനുഷ്യവില്ല, മനുഷ്യ സംസ്കാരവും ഇല്ല. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഐക്യത്തിൻ്റെയും പഴയതും പുതിയതുമായ തലമുറകളെ ബന്ധിപ്പിക്കുന്നതിൻ്റെയും പ്രതീകമാണ് വിഷു. ഇത് കേവലം ഒരു ആചാരമോ ആഘോഷമോ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട മഹത്തായ ഒരു ജീവിത സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകാശമാനമായ ഒരു ജീവിതത്തിന്റെ ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് വിഷു. ചുറ്റിനും ഇരുട്ടാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും പ്രകാശം കാണാനുള്ള മനസ്സിന്റെ ശക്തിയുടെയും വിശാലതയുടെയും സന്ദേശമാണ് വിഷു നൽകുന്നത്. ആ യാത്ര ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയോടും ജീവജാലങ്ങളോട് സ്നേഹബന്ധം വളർത്താനും പ്രകൃതി താളലയം വീണ്ടെടുക്കാനുള്ള കർമ്മങ്ങളിൽ മുഴുകാനും അങ്ങനെ ഭൗതികമായും ആത്മീയമായും വികസിക്കാനും നമുക്കെല്ലാം കഴിയട്ടെ. മക്കളെല്ലാം അനുഗ്രഹിക്കും. നാടെങ്ങും വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ മണ്ണിൽ ജീവന്റെ വിത്ത് പാകി ഹരിത സുരഭിലമായ ഭൂമിയെ വീണ്ടെടുക്കുവാൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി മാനവരാശിക്ക് നൽകിയ മഹത്തായ സന്ദേശമാണ് വിഷുത്തൈ നീട്ടം. കാലാതിവർത്തിയായ അമ്മയുടെ ഈ ആശയം ഇന്ന് ലോകം മാതൃകയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷുക്കാലത്തും ഈ നാണയത്തുട്ടുകൾക്കൊക്കെ അപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കണിവെള്ളരി, കൊന്നപ്പൂക്കൾ, പിന്നെ കൈനീട്ടം. എന്നാൽ ഈ പതിവിന് ഒരു പുതുവ്യാഖ്യാനം നൽകുകയാണ് വിഷുത്തൈ നീട്ടം. നാണയത്തുട്ടുകൾക്കപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാ അമൃതാനന്ദമയി മഠം ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയെ മറക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിനെയാണ് അപകടത്തിലാക്കുന്നത്. അമ്മയുടെ ഈ വാക്കുകളാണ് വിഷുത്തൈ നീട്ടം പദ്ധതിയുടെ പ്രചോദനം. വിഷുക്കണിയോടൊപ്പം ഇനി ഒരു വൃക്ഷക്കണിയും. ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രതിവർഷം ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് ആയുധങ്ങളുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണവും വനവൽക്കരണവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് മാതാ അമൃതാനന്ദമയി മഠം നമ്മുടെ ഗുരുവായ അമ്മയുടെ അനുഗ്രഹത്താൽ ആരംഭിച്ച പദ്ധതിയാണ് വിഷുത്തൈ നീട്ടം. 2026 വിഷുത്തൈ നീട്ടം പ്രൗഢഗംഭീരമായി തന്നെ ആശ്രമത്തിൽ നടത്തുകയുണ്ടായി. ഈ വർഷത്തെ നമ്മുടെ മുഖ്യ ഉദ്ദേശ്യമാണ് സഹജീവനം സഞ്ജീവനം എന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷിമൃഗാദികൾക്കും തരുലതാദികൾക്കുമെല്ലാം നമ്മോടൊപ്പം മനുഷ്യരോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ ഒരു കാര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും സഹായിക്കാം, എല്ലാവരെയും സഹായിക്കാം. അങ്ങനെ സഹവർത്തിത്വത്തിൻ്റെ ആ ഒരു മനോഹരമായ സന്ദേശം നമുക്ക് മാനവരാശിക്ക് അമ്മയുടെ അനുഗ്രഹത്തോടെ പകർന്നു നൽകാം. ഈ വർഷം ചങ്ങാതി ചെടികൾ പുഞ്ചിരിപ്പൂക്കൾ എന്ന സന്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഭീഷണി ഉയർത്തുന്ന ഇന്നത്തെ കാലത്ത് വിഷുത്തൈനീട്ടം ഒരു ചടങ്ങ് മാത്രമല്ല, ഭൂമിയെ തിരിച്ചുപിടിക്കാനുള്ള ഒരു മൗന വിപ്ലവമാണ്. ആശ്രമത്തിൽ നടന്ന വിഷുദിനാഘോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരും സന്യാസികളും ആശ്രമവാസികളും പങ്കെടുത്തു. വിഷുത്തൈനീട്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ മഠത്തിന്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കി ജൈവരീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് തൈകൾ വിതരണം ചെയ്തത്. വിഷുവിന് കണിവെക്കുമ്പോൾ ഒരു വൃക്ഷത്തൈ കൂടി കണിവെക്കാനും കൈനീട്ടത്തോടൊപ്പം ഒരു തൈ കൂടി സമ്മാനിക്കാനും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. അമൃതപുരിയിൽ നടന്ന വിഷുത്തൈനീട്ടം ചടങ്ങിൽ പ്രമുഖരും പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ജിതുലാൽ മീണ, ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കുമാർ സൊന്താലിയ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. നാണയത്തെക്കാൾ വിലപിടിപ്പുള്ളത് നാളെയുടെ പച്ചപ്പ് തന്നെയാണ്. അത് സമ്മാനിക്കുകയാണ് വിഷുത്തൈനീട്ടം. അമൃത ന്യൂസ്, കൊല്ലം. മാതാമൃതാനന്ദമയി മഠം യുവജന വിഭാഗമായ ആയുധ് നേതൃത്വം നൽകുന്ന പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളായ വിഷുത്തൈനീട്ടം, ജീവജലത്തിന് ഒരു മൺപാത്രം എന്നിവയുടെ ഉദ്ഘാടനം പ്രസിദ്ധ സംഗീത സംവിധായകനും ഗായകനുമായ TS രാധാകൃഷ്ണൻ നിർവഹിച്ചു. എറണാകുളം ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ സന്ദേശം നൽകി. തുടർന്ന് സ്വാമി അനഘാമൃതാനന്ദപുരി എല്ലാവർക്കും വൃക്ഷത്തൈകളും പക്ഷികൾക്ക് ജലം നൽകാനുള്ള പാത്രങ്ങളും നൽകി. കഴിഞ്ഞ 6-7 വർഷത്തിന് ശേഷമാണ് വീണ്ടും അമ്മയുടെ യാത്ര ആരംഭിക്കുകയാണ്. എറണാകുളം 6-7 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ മക്കൾക്ക് പുണ്യം കിട്ടാനുള്ള കുറേ കർമ്മങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹമാണ്. ചിലപ്പോൾ അനേക വർഷങ്ങൾ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലം ഈ ഒരു ദിവസം നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരും. അപ്പം അമ്മയുടെ ഈ വരവിന് മുമ്പ് നമുക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങണം. അതിന് അമ്മയുടെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധിന്റെ നേതൃത്വത്തിൽ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. ക്ഷേത്രം വർക്കിംഗ് പ്രസിഡന്റ് രവീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞു. അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രമോഹൻ പുളയ്ക്കാംപോയിൽ, സെക്രട്ടറി രാമൻ, മാതൃസമിതി അംഗങ്ങളായ വസന്ത, സാവിത്രി അഗസ്തിൻ, ഉമാ ചാലിശ്ശേരി എന്നിവർക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയുധ് ഭാരവാഹികളായ ഹരി വിജയ്, റോമിന മനോജ് എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അമൃത യുവധർമ്മധാര തിരുവനന്തപുരം ഘടകം വിഷുത്തൈനീട്ടം സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരംപാറ കൗൺസിലർ സുമി ബാലു, ക്ഷേത്ര കാര്യദർശി സുനിൽകുമാർ, ബൈജു TR എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അയുധ് ജില്ലാ കോർഡിനേറ്റർ രതീഷ് കുമാർ സ്വാഗതവും അയുധ് കോർഡിനേറ്റർ ഉമാശങ്കർ നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് തുളസി തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. വിഷുദിനത്തിൽ കൗതുകമായി മാറുകയാണ് കോഴിക്കോട് ജില്ലയിലെ ചോയിക്കെട്ട് എന്ന ആചാരം. ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ണഞ്ചേരി ഗണപതി ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ അരങ്ങേറുന്നത്. ഇനി ആ റിപ്പോർട്ട് കാണാം. ആചാരങ്ങൾ നിരവധിയാണ്. എന്നാൽ വിഷുദിനത്തിൽ കോഴിക്കോട് കണ്ണഞ്ചേരിയുള്ള ആചാരം കുറച്ച് വ്യത്യസ്തമാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഭവനങ്ങളിൽ ക്ഷേമം അന്വേഷിക്കുന്നതിനായി ശിവപാർവതിമാർ വേഷപ്രച്ഛന്നരായി എത്തുന്നു എന്നതാണ് ഈ അനുഷ്ഠാനത്തിലെ സങ്കല്പം. ഉണങ്ങിയ വാഴയിലകൾ ദേഹത്ത് വെച്ച് കെട്ടിയാണ് ശിവനും പാർവതിയും എത്തുന്നത്.
ഇവരെ പടക്കങ്ങൾ പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും ആളുകൾ അനുഗമിക്കും. വഴിക്ക് കുറുകെ വരുന്നവരെ അടിച്ചു മാറ്റി നിർത്തിയാണ് ശിവപാർവതി വേഷത്തിലെത്തുന്നവർ വീടുകളിലേക്ക് ഓടിക്കയറുന്നത്. ഇതിന് പിന്നിലും ഒരു കഥയുണ്ട്. അത് എല്ലാ വീടുകളിലും കയറിയിട്ട് അവിടുന്ന് സ്വീകരണ കാര്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അത് സ്വീകരിച്ചതിന് ശേഷം ആ വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ചോയ് ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം ഓടിയെത്തി അനുഗ്രഹം നൽകും. വ്യത്യസ്തമായ ഈ ആചാരം കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്താറുള്ളത്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമേഷ്യയിൽ നിന്ന് സമാധാനത്തിന്റെ ആശ്വാസ വാർത്ത എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.